ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കൈവരിച്ചിട്ട് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ എന്താ പറയുക, ഈ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുഞ്ഞു മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമുക്കെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തെല്ലാം ഒരു ലീവ് കിട്ടാത്രേ ഉള്ളൂ. ഇതുണ്ട് ലൈക്ക് ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ളൊരിതുണ്ടെങ്കിലും, പക്ഷെ സ്കൂളിൽ പോകുന്ന സമയത്തല്ലേ ഇങ്ങനെ എല്ലാവർക്കും മുട്ടായി കിട്ടും, വഴി നിറച്ചും പായസം ഉണ്ടാവും. ഞാനല്ല സ്കൂളിൽ പോകുന്ന സമയത്ത് പിന്നെ എന്താ നമ്മളെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ വലിയ സ്കൂളാണ്, അപ്പോൾ മുട്ടായിയേ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പോകുമ്പോൾ നടന്നിട്ടാണ് സ്കൂളിൽ പോവാം. അവിടുന്ന് വഴിയിൽ മൊത്തം ഒന്നുകിൽ പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ എല്ലാം പായസം കിട്ടും, ഒരു ഗ്ലാസ് പായസം എന്തായാലും. ഇതേപോലെ നാട്ടിൽ പതാക ഉയർത്തലും കാര്യങ്ങളിലും ഉണ്ടേനും. അപ്പോൾ അമ്മ പോയിട്ടുണ്ടേനും, അമ്മ എന്നിട്ട് പായസം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പായസം നോക്കാം ഗൈസ്. പായസം സെറ്റ് പായസം. ഹലോ, അപ്പോൾ ഉച്ചയായി, നമ്മൾ ചോറുന്നാൻ വേണ്ടി പോകുന്നു. എന്തെല്ലാം കറി നോക്കാം. രാവിലെ ഇഡ്ഡലി സാമ്പാർ വേണം, അതുകൊണ്ട് സാമ്പാർ ഉണ്ടാവും. ബാക്കി നോക്കട്ടെ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഫുഡ് ഞാൻ കാണിച്ചു തരാം. സാമ്പാറുണ്ട്, വറവുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. എനിക്കയില്ല, എനിക്ക് മീൻ പൊരിച്ച ഭയങ്കര ഇഷ്ടമാണ്. ചോറുണ്ടോ? അല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ല, അതിനല്ലേ ഞാനും പറഞ്ഞു ചോറും തോന്നുന്നു. ഇപ്പോൾ എക്കോ ആ നിങ്ങളെൻ്റെ സക്സസ്ഫുള്ളി. എങ്ങനെയുണ്ട് അമ്മയെ, കൊള്ളാമോ? ഞാൻ ഉണ്ടാക്കിയതല്ല, അതിനിവിടെ പ്രസക്തി ഇല്ല. അപ്പം ചോറ് തിന്നിട്ട് വരാം. നമ്മൾ ചോറെല്ലാം തിന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. ഏടി പോവാനൊന്നുമില്ല. പോവാനുണ്ട്. എടാ എവിടെയാ പോയിക്കൂടാത്തത്? ആ, ഓണല്ലേ വരുന്നത്, എന്തൊക്കെ മേടിക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. അതിന് പോകണം എന്നെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുന്ന് പുറത്തിറങ്ങാൻ മടിയാവുന്നു. അതായത് നമ്മൾ ഇറങ്ങുന്നുണ്ടോ നോക്കിയിട്ടാണ് മഴ നിൽക്കുന്നത്. കേട്ടാ, പുറത്തിറങ്ങുന്നു നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, അന്നേരം വെയിലെല്ലാം ഇങ്ങനെ മങ്ങി എന്താ പറയുക മഴക്കാറ് വരുന്ന പോലത്തെ അവസ്ഥയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഇതുപോലെ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് മഴ വരും. ഇവള് വരുമ്പോ മഴയും കൊണ്ടാ വരുക. ആ, ഞാൻ എന്നെ പറയൂ. ഇവിടെ ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നു. ഞാൻ വന്നു മഴ പെയ്യും. അത് നല്ല ആൾക്കാർ വരുമ്പോൾ നല്ല സൂചനകളാണ്. മഴ പെയ്യാൻ തുടങ്ങുന്ന നല്ല കാര്യം. ആയിക്കോട്ടെ, മോശമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമുക്ക് അമ്മയുടെ കുറച്ച് കൃഷിയെല്ലാം നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ചേമ്പിൻ്റെ കൃഷി, ചേന കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൃഷിയെല്ലാം നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാണ് നടത്തിനി നോക്കാൻ വേണ്ടിയിട്ട് പോക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മ വന്നിട്ടുണ്ടേനും കുറച്ച് 3-4 ദിവസം അമ്മമ്മ ഉണ്ടേനും. അമ്മമ്മ ഉണ്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ വളപ്പിലെ പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാടും പടലെല്ലാം വൃത്തിയാക്കി കിട്ടും. അമ്മമ്മ വന്നതിൻ്റെ ഇതിവിടെ കാണാനുണ്ട്. ഇതാണ് അമ്മേൻ്റെ ചേമ്പിൻ്റെ കൃഷി. ഇല്ലേ അമ്മേ? കൃഷി ആർട്ടിസ്റ്റ് ഇതൊക്കെ പറയുന്നില്ലേ. ഇത് കൃഷി, ഇത് കർഷക. കാണാൻ വന്നിട്ട് 10-ാം വേണ്ടി പണ്ട് കൊത്തുമ്പോന്ന് കൈക്കോട്ടിന്റെ തള്ള പൊട്ടിയിട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് പണ്ട് തൊട്ടേ ഈ ചെടികളോട് ഭയങ്കര കമ്പുള്ള ആളാ അല്ലേ അമ്മേ? മക്കളെ നോക്കുന്ന പോലെ ഞാൻ ചെടി ഭയങ്കര കമ്പുള്ള ആളാ. ഞാനിവിടെ ഫോട്ടോ, എനിക്ക് പണ്ടത്തെ ഫോട്ടോ എല്ലാം കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ മുറ്റത്ത് ഒരു പകുതിയോളം ചെടി ഉണ്ടായിരുന്നു, മറ്റേ റോസിൻ്റെ, പോപ്പി, അങ്ങനത്തെ കുറേ എണ്ണം. അപ്പോൾ പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. വർഷാവർഷം എന്തെങ്കിലും പണിയെടുക്കും. അമ്മ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ചെടിയെല്ലാം ഒന്നുകിൽ അപ്പുറം മാറ്റി വെക്കും, ഇപ്പുറം മാറ്റി വെക്കും, എല്ലാം നശിച്ചു. അതെല്ലാ വർഷങ്ങളിലും എന്താ പറയുക, ഒരു റിപ്പീറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതല്ല. ഈ വർഷം അമ്മ ചട്ടിയും കാര്യങ്ങളിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര കാലം പോകുന്നറിയാം, നമുക്ക് എത്ര കാലം പോകുമെന്ന് കണ്ടറിയാം. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഈ സാധനം ഇതിങ്ങനെ മതിലിൻ്റെ മുകളിലൊരു ഫേണ് പോലെ, അതായത് ഈ നമ്മളെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ മതിലിൻ്റെ മുകളിൽ വരുമില്ലേ, അതുപോലെ ഇവിടെ നിറച്ചുണ്ട്. പണ്ട് നമ്മൾ ഈ സാധനം പറിച്ചിട്ട് ഇങ്ങനെ കുളത്തി കളിക്കുകയും ഞാൻ കാണിച്ചു തരേ.
കണ്ട, ഇതാണ് സാധനം. ഇതിൻ്റെ പച്ചയുണ്ട്. അയ്യോ, അതിൻ്റെ പച്ചയുണ്ട്. ഒരു ഒരു ഈ കളർ കണ്ട, 2 കളറും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും ഏതാണ് ആദ്യം പൊട്ടുവാന്ന്. ഇതിപ്പോൾ കണ്ട, അതിനകത്ത് പൊട്ടില്ല. ഇപ്പം ഇതെടുത്താമേ നിൽക്ക് ഞാൻ ഇതിപ്പം അമ്മ ഒറ്റക്ക് ഇതിപ്പം കണ്ട ഇങ്ങനെ ആക്കും. അയ്യോ കൊളത്തേക്ക്, അയ്യോ അത് കൊളത്താൻ പറ്റുന്നില്ല. കണ്ടേ, അത് പൊട്ടി. സാധാരണ നമ്മള് പണ്ടൊക്കെ ഇങ്ങനെ, അതായത് പണ്ട് മീൻസ് അത്ര വലിയ പഴയ കാലത്തൊന്നും അല്ലെങ്കിലും നമ്മളിങ്ങനെ ആ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അനിയനെല്ലാം കളിക്കും. സ്കൂൾ വിട്ട് വന്നിട്ട് മൊത്തം നടന്നിട്ട് കളിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയും ഈ റെഡ് കളറുള്ളതിന് കുറച്ചും കൂടെ ശക്തി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ട് റെഡ് കളർ പരതി നടക്കും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. അത് എന്തോ ഒരു ഇതിലങ്ങും ഇങ്ങനെ മത്സരം വെക്കും, ആരിതാ ഫസ്റ്റ് പൊട്ടുക, ഏറ്റവും കൂടുതൽ ആരാ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തെല്ലോ ഉണ്ട്. മറ്റേ വെള്ളാന്തുള്ളി, മഴത്തുള്ളി ഇല്ലേ, മഴത്തുള്ളി പോലത്തെ ഒരു സാധനം കണ്ണിൽ ഇങ്ങനെ ആക്കും. പിന്നെ ഈ മഴ നല്ലോണം പെയ്യുന്ന സമയത്ത് ഒരു ചെടിയില്ലേ, മറ്റേ പുല്ല് പോലത്തെ ഒരു ചെടി, എന്നിട്ട് നമ്മൾ മറ്റേ തൊട്ടാവാടീൻ്റെ പശ വെച്ചിട്ട് അതാടിയുണ്ട് കൊമ്മള ഉണ്ടാക്കുന്ന അതാടിയുണ്ട്. അങ്ങനെ എന്തെല്ലോ ഉണ്ട്. അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ കുമ്മള വരുന്ന ആ പുല്ല്, അത് തപ്പിയിട്ട് വരണ്ട. അതാ ഇതെടുക്കാം. അതല്ല ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ നമ്മൾ ഈ സാധനം എടുക്കും. സാധനം എടുത്തിട്ട് നമുക്കിനി മറ്റേ തൊട്ടാവാടീൻ്റെ സംഭവം എടുക്കാം. തൊട്ടാവാടീൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ ഈ ഒരു ടൈപ്പ് ഫ്ലൂയിഡ്, ഒരു ദ്രാവകം പോലത്തെ സാധനം വരും. നമ്മൾ ഈ ഓട്ടയിലേക്ക് ആക്കി കൊടുക്കണം. പൊട്ടിപ്പോയി. അത് നല്ലത് കുഞ്ഞ് ഇങ്ങനെയാണ് സെറ്റാകുക. ഇത് രണ്ടും മതി. ഇതിങ്ങനെ മഞ്ഞൾ കൃഷി, ഇതാണ് അമ്മേൻ്റെ മഞ്ഞൾ കൃഷി ഗൈസ്. നമ്മളെ വീടിൻ്റെ പുറത്താണ് മഞ്ഞൾ കൃഷി നടത്തിയിട്ടുള്ളത്. ആരാൻ്റെ സ്ഥലത്ത് കണ്ട്, പക്ഷെ കുഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവും. ഗുഡ് ഈവനിങ് ഗൈസ്. ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് മഴ പെയ്ത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവിടെ നമ്മളവിടെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് മഴ പെയ്തു. പിന്നെ എൻ്റെ ഫോണിന് എന്തോ പറ്റി, ഞാൻ ചാർജ് കുത്തി പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് മഴ പെയ്ത് ആത്ത് വന്ന് കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയി. സമയം എത്രയാമ? 5:15 5:30 ഇപ്പം എണീറ്റേ. അമ്മ ഇപ്പം ചായ ഉണ്ടായിക്കൊണ്ട് പിന്നെ ഈ പേരൊന്നും എനിക്കറിയില്ല. ഇതാണ് സാധനം. കട്ടൻ. ഞാൻ കട്ടൻ കുടിച്ചിട്ടെല്ലാം കാലങ്ങളായി. ഞാൻ അങ്ങനെ ചായ കുടിക്കുന്ന ആളല്ല. ഞാൻ കുറേ കാലമായി കട്ടൻ കുടിച്ചിട്ട്. കട്ടനല്ല, ചായ തന്നെ കുടിച്ചിട്ട് ഞാൻ കുറേ ആയി. ഞാൻ ചായ കുടിക്കയില്ല. ഞാൻ ഒന്നും കുടിക്കയില്ല. ഞാൻ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ, വേറെ ഒന്നും ഞാൻ കുടിക്കയില്ല. ഞാൻ വീട്ടിൽ വന്നാൽ മാത്രമേ ചായ കുടിക്കുകയുള്ളൂ. കണ്ട പിന്നെ മഴ പെയ്ത്. ഇതെന്തത് ഫുൾ ടൈം ഇങ്ങനെയാ? അതായത് ഞാൻ രാവിലെ പറഞ്ഞില്ലേ, കുറേ നേരം മഴ പെയ്യും, പെട്ടെന്ന് അങ്ങ് നിൽക്കും, എന്നിട്ട് ചിരിച്ച് കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് മഴ പെയ്യും. എന്ത് കാലാവസ്ഥ! നമ്മൾ നേരത്തെ കുറേ നേരം പുറത്തെല്ലാം നടന്ന് നമ്മൾ എന്നിട്ട് അത് കഴിഞ്ഞ് ആടി ഇരുന്ന് എന്തോ വർത്താനം പറയായിരിക്കും. അപ്പം തന്നെ മഴ വന്നു. നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. നല്ല മഴയാ പുറത്ത്. വയലിട്ട ഇടിട്ട് അടുത്തത്
അടുത്തത് നേരത്തെ ഇതേപോലെ ഒന്നിട്ടോ നിലത്തേക്ക് പോയി. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങനെ പുറത്തൊന്നും എവിടെയും പോകാറൊന്നുമില്ല. ഞാൻ 2 ദിവസം ലീവിന് വന്നാൽ 2 ദിവസം അമ്മേൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അമ്മേൻ്റെ പുറകെ നടന്ന് ചൊറിയുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖം. അപ്പോൾ നമ്മളിങ്ങനെ ചായയെല്ലാം കുടിച്ച് അമ്മേൻ്റെ നാട്ടിലെ വിശേഷങ്ങളും ഞാൻ എൻ്റെ ഓഫീസ് വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേനും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഗോസിപ്പ് പാർട്ട്ണർ എന്ന് വെച്ചാൽ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ഗോസിപ്പെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. ഈ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാണാത്ത ജീവികളെല്ലാം വരും. ഈ ഒച്ച്, പിന്നെ അങ്ങനെയല്ല, പിന്നെ അതിന് മുന്നേ സുന്ദരിപ്പുഴു. നിങ്ങൾക്ക് സുന്ദരിപ്പുഴുവിനെ അറിയോ ഗൈസ്? അതാരെയും വിളിക്കില്ല, നന്ദനെയാ. ഈശ്വര, അതിനിപ്പോ ഒരു പുഴു ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ പുഴു ഉണ്ടല്ലോ, ഈ പുഴുവിനെ എൻ്റെ അനിയത്തി പണ്ട് ചെറുപ്പത്തിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പുഴുവിനെ. എന്ത് കണ്ടിട്ടാണ് എനിക്ക് അതിന് ഇഷ്ടമല്ല ഈ സാധനത്തിന്. പണ്ടായിരുന്നു, ഇപ്പം ആണെങ്കിലും ആ സാധനം. ഇത് മഴക്കാലം ആകുമ്പോൾ നമ്മളെ മുറ്റത്ത് അടയടയെ ഓരോന്നിങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ എല്ലാം ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനൊരു വൃത്തികെട്ട ഒരു സ്മെല്ല് വരാനുണ്ട്. എൻ്റെ അമ്മ മനുഷ്യൻ എനിക്കിഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല അത്. ഇവള് പണ്ട് അതിനെ പിടിച്ചിട്ട്, അയ്യോ ക്ഷമിക്കണം ഒന്ന് പറയുന്നുണ്ട്. അപ്പം ഇവള് അതിനെ പിടിച്ചിട്ട് പിന്നെ എന്താ സുന്ദരിപ്പുഴു എന്നും പറഞ്ഞിട്ട് കിടക്കും, പുതപ്പിൻ്റെ അടിയിലെല്ലാം വെക്കും. രാവിലെ ആകുമ്പോൾ അത് ചത്തിട്ടുണ്ടാവും, ചുരുണ്ടിട്ട് ഇങ്ങനെയാവും. അങ്ങനത്തെ അത് അങ്ങനത്തെ പുഴുക്കള്, പിന്നെ ഈ പറക്കുന്ന തവള. പക്ഷെ മഴക്കാലത്ത് വരൂലേ? എൻ്റെ അമ്മ ഒരു സമയത്ത് ഇതിനെ പേടിച്ചിട്ട് എനിക്ക് കക്കൂസ് പോകാൻ പേടിയാ. ഞാൻ പക്ഷെ കുറേ ആളോട് പറഞ്ഞല്ലോ, അവരെല്ലാം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അത് നമുക്കറിയില്ല. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിൽ ഞാൻ കാണിച്ചുതരാം. കാരണം മഴക്കാലം തണുപ്പ് കാലം അല്ലാതുന്ന സമയത്ത് ഇത് വരും. ഇത് കുളിമുറിൻ്റെ കക്കൂസിൻ്റെ എല്ലാം ഏതെങ്കിലും ഒരു മൂലൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ വാഷ്റൂമിൽ പിന്നെ ടോയ്ലറ്റിലെല്ലാം പോകുന്ന സമയത്തുണ്ടല്ലോ, ഇത് നമ്മൾ ഈ പുറത്ത് കളയാൻ പോയതിനെ പറ്റിയിട്ടല്ല ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ ഇതെങ്ങാനും മേത്തുള്ളോ എന്ന് വിചാരിച്ചിട്ടാണ് ചിന്തിക്കുക. ഓ പേടിച്ചൊരു വകയാവും അത്. പിന്നെന്താ എന്തെല്ലാം, പിന്നെ ഒരു സാധനമുണ്ട്, തല ഇങ്ങനെ പരന്നിട്ട് അതിൻ്റെ അകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകും. അത് വിഷാന്ന്. അതിനെന്നാ ചട്ടുകത്തലയാനാ അങ്ങനെ എന്തോ ഒരു പറയും. വീട്ടിൽ എല്ലായിടത്തും അങ്ങനെയാണോ പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട്. നമുക്ക് അമ്മേന്റെ സ്കിൻ കെയർ റുട്ടീന് കാണാം. രോഷാകുലയായ അമ്മ എന്തെല്ലോ എടുത്ത് തേക്കുന്നുണ്ട്. എന്താ തേക്കുന്നത് വല്ല പോകുന്നുണ്ട്. ഒരു സോപ്പിട്ടിട്ട് മുഖം കഴുകാൻ പറ്റില്ല. സോപ്പാടുന്നേ വെറുതെ പറയുന്ന സോപ്പൊന്നല്ല. ഞാൻ മറ്റേ പിന്നെ അത് കാണിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് കർക്കിടകം ലാസ്റ്റ് ആയതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിലൊരു കോട്ടം ഉണ്ട്, തെയ്യെല്ലാം കഴിക്കുന്ന തൊണ്ടച്ചൻ കോട്ടം. അപ്പൊ ആടെ നാനായിപ്പാട് എന്ന് പറഞ്ഞൊരു ലാസ്റ്റ് ഈ എല്ലാ സംക്രമത്തിൻ്റെ അന്നും ചെറിയൊരു പൂജ പോലെയെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് പോവാൻ വിചാരിച്ചിരിക്കലാണ്. അതിന് വേണ്ടിയിട്ടുള്ള റെഡിയാവലാണ് നിങ്ങൾ ഈ കാണുന്നത്. രാവിലെ കുളിക്കുമ്പോൾ മുഖം കഴിയതാണ്, പിന്നെ മുഖം കഴിയിട്ടില്ല. എൻ്റെ അമ്മേ നോക്ക്. അപ്പം നിങ്ങൾ രാവിലെ തന്നെ എന്നെ ഏത് കോലത്തിലാണ് കാണുന്നത്, അമ്മേനെ ഏത് കോലത്തിലാണ് കാണുന്നത് അങ്ങ് നോക്കിയാൽ മതി. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസാ. അപ്പൊ ഞാനും അമ്മയും കൂടെ മുല്ലക്കൊടി അച്ഛൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ അത് ഡീഗ്രേഡ് ചെയ്തു എന്റെ പ്രശ്നം. ഇങ്ങോട്ടോ ലൈറ്റിന്റെ അടുത്തോട്ടോ ഒരാഴ്ചക്ക് ഒരിക്കലും കുളിക്കൂലേ. പിന്നെ ഞാനതുപോലെയല്ല, ഞാൻ എല്ലാ ദിവസവും രാവിലെ കുളിക്കും. ഇവിടെ തല കുളിക്കാൻ പറഞ്ഞാൽ ഒരാഴ്ചക്ക് ഒരുക്കാം പോലും കുളിക്കും. അതുപോലെ തന്നെ മുടി കണ്ടുവാ ഒന്നുമില്ല, ഒരുപാട് മുടിയില്ലതായിരുന്നു. കോട്ട കഴിഞ്ഞപ്പോ അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോവുമെന്ന്. കാരണം
ഞാൻ കുറേ ആയി നാനായിപ്പാടിന് പോയിട്ട്. ഞാൻ കുറേ കൊല്ലായി തോന്നുന്നു പോയിട്ട് അങ്ങോട്ടേക്ക്. ഇല്ല അമ്മേ, നാനായിപ്പാടിന് പോയിട്ട് അല്ല മുല്ലക്കുടി പോക്കുണ്ട്, ആടെ പോക്കുണ്ട്. പക്ഷെ പിന്നെ നാനായിപ്പാടിന് പോയിട്ട് കുറേ കൊല്ലായി തോന്നുന്നു. കാരണം എനിക്കിപ്പം പോയതായിട്ട് തെയ്യത്തിന്റെ സമയത്ത് പോയിട്ടുണ്ട്. അവിടെ എല്ലാ കൊല്ലവും ജനുവരി മകരം 5, 6 തീയതികളിൽ തെയ്യം ഉണ്ടാവും. അപ്പോൾ തൊണ്ടച്ചൻ ഉണ്ടാവും. അന്നേരമുള്ള നാനായിപ്പാടിനും കാര്യങ്ങളിൽ അന്നേരം പോകുന്നതുകൊണ്ട് അങ്ങനെ പോകും. പറ്റുന്ന എല്ലാ കൊല്ലവും ഞാൻ പോക്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കുറെ 3 കൊല്ലത്തിന് ശേഷം കഴിഞ്ഞാലും നടത്തി. അങ്ങനെ പോകാനുണ്ട് എന്നല്ലാണ്ട് നാനായിപ്പാടിന് അങ്ങനെ പോക്കില്ല. ഞാൻ ആടെ പോവും, തൊണ്ടച്ചന കോട്ടത്ത് പോയിട്ട് തോവും, അങ്ങനെ തന്നെ. അപ്പൊ ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. രാത്രി ഇപ്പം 6 മണി 6:15 എപ്പാന്ന് എങ്ങനെയാ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തീരുന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. നോക്കാം, ഏതായാലും നമുക്ക് റെഡി ആയിട്ട് വരാം. റെഡി ആയിട്ട് വന്ന് എന്നെ നാണം കെടുത്ത ഞാൻ ഒരു 5 നിങ്ങൾ പോയി എപ്പോ ഉള്ളതാ ഇത്, എല്ലാ പ്രാവശ്യം ഉള്ളതാ. നേരത്തെ റെഡി ആയിട്ട് പോയിട്ട് റോഡുമ്പിൽ നിന്നിട്ട് ഒന്നും എടുക്കൂല. ഞാൻ പറഞ്ഞുതരാം, ഹെൽമെറ്റും എടുക്കൂല, പൂട്ടുകയില്ല, ഒന്നും എടുക്കൂല, ഗേറ്റും തുറക്കൂല. എന്നിട്ട് വണ്ടി എടുത്തിട്ട് ആടിങ്ങനെ നിൽക്കും. എന്നിട്ട് കീക്കി അടിക്കും. നീ ഇന്ന് വണ്ടി എടുത്തോ? ഇല്ല, കീക്കി അടിക്കും. എനിക്ക് ലൈസൻസ് ഇല്ല. ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ പൗര എന്ന നിലയിൽ ഞാൻ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതല്ല. അപ്പോ പിന്നെ എന്നിട്ട് ആടെ പോയിട്ട് അഞ്ചര ഇതെടുക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് ആജ്ഞാപിക്കും. അപ്പൊ ഏതായാലും ഞാൻ റെഡി ആയിട്ട് ഇനി ഇപ്പൊ അധികം സമയമില്ല, പോയിട്ട് വരാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അറിയില്ല ആടെ കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാലും നമുക്ക് പോയിട്ട് വരാം. ആടെ എത്തിയിട്ട് കുറച്ച് എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ ലേറ്റായി. ഞാനും അമ്മയും കൂടെ ഇറങ്ങുമ്പം തന്നെ കുറച്ച് ലേറ്റായി. അമ്മമ്മ വിളിച്ചേരം തന്നെ പറഞ്ഞ് കുറച്ച് നേരത്തെ വരണം, മഴയെല്ലാം ആയതുകൊണ്ട് നേരത്തെ പൂജയെല്ലാം കഴിയുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ തന്നെ എന്താ പറയുക, പൂജയെല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്ന ടൈമിന് നമ്മൾ നന്നായിട്ട് തൊഴുത് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ പ്രസാദത്തിലെ അപ്പമാണ് ഗൈസ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഈ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര കാര്യമാണ്. ഞാനിങ്ങനെ അമ്മമ്മേൻ്റെ പുറകെ നടക്കും, എനിക്കൊരു കഷ്ണം കൂടെ തരുമോ എന്ന് വെച്ചിട്ട് അമ്മമ്മ ഇങ്ങനെ എടുത്ത് തരുമെല്ലാം ചെയ്യും. ഇതാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ. അപ്പോൾ ഞാൻ മേമേൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ച് കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.